ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരായ പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടെ സമവായ നീക്കവുമായി സർക്കാർ. ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ വിളിച്ച ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. എല്ലാ തൊഴിലാളി സംഘടനാ പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുക്കും. അഖിൽ ഷാ അൻസാർ വിവരങ്ങളുമായി. അഖിൽ ഷാ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങുകയാണ്. അതിനിടെ ചില നീക്കങ്ങളൊക്കെയായി സർക്കാർ, ഗതാഗത മന്ത്രി രംഗത്തെത്തിയിരുന്നു. പക്ഷേ അതൊന്നും ഫലവത്തായില്ല. ഇപ്പോൾ ഈ ചർച്ച അത് എത്രത്തോളം പ്രതീക്ഷയോടെയാണ് കാണേണ്ടത് ചർച്ചയെ? ഈ ചർച്ചയിൽ ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും അതുപോലെ തന്നെ തൊഴിലാളി സംഘടനകളും വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. കാര്യം ആദ്യഘട്ടത്തിലൊക്കെ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ ഗതാഗത മന്ത്രിയും ഇനിയൊരു ചർച്ചയ്ക്കില്ല എന്നുള്ളതാണ് അറിയിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതുപോലെ സമരം കടുപ്പിച്ചിരുന്നു. ഈ ബഹിഷ്കരണം ഉൾപ്പെടെ വലിയ രീതിയിൽ സംസ്ഥാന വ്യാപകമായി നടന്നിരുന്നു. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്തിന് ഇത് വലിയ പ്രതിസന്ധിയാകും, അത് മോട്ടോർ വാഹന വകുപ്പിന് വലിയ പ്രതിസന്ധിയാകുമെന്നത് മുന്നിൽ കണ്ടാണ് നിലവിൽ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. എല്ലാ സംഘടനകളും, എല്ലാ തൊഴിലാളി യൂണിയനുകളും ഈ സംഘടനയുടെ ഭാഗമായി ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. ഈ മന്ത്രിയുടെ ചേംബറിലാണ് ഈ ചർച്ച നടക്കുന്നത്. സമയത്തിനകം തന്നെ ഈ ചർച്ച തുടങ്ങും. ഏതെങ്കിലും വിധത്തിൽ ഈ സമരം അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കത്തിനാണ് സർക്കാരും ഒരുങ്ങുന്നത്. അല്ലെങ്കിൽ സർക്കാരിന് അത് വലിയ ഒരു ബാധ്യതയായി മാറുമെന്നുള്ളതാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഈ സമരം അവസാനിപ്പിക്കുക, ഈ ഒരു സംയമനവുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ സർക്കാരിന്റെയും അതുപോലെ തന്നെ ഗതാഗത വകുപ്പിന്റെയും ഒരു നിലപാടെന്ന് പറയുന്നത്. എന്തായാലും അത്തരത്തിലായിരിക്കും ഇന്നത്തെ ചർച്ച ഉണ്ടാവുക. അതിനുശേഷമാകും ഈ സമരം തുടരണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ സംഘടനകൾ ഉൾപ്പെടെ തീരുമാനമെടുക്കുക. ഡ്രൈവിംഗ് ടെസ്റ്റ് സമരത്തിലാണ്. അത് അവസാനിപ്പിക്കുന്നതിനായി ഒരു സമവായ നീക്കത്തിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത്. അല്പസമയത്തിനകം ഗതാഗത മന്ത്രിയുടെ ചേംബറിൽ എല്ലാ തൊഴിലാളി സംഘടനാ പ്രതിനിധികളുമായും ചർച്ച നടത്തും.